Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസിലെ ലാസ്റ്റ് നടക്കാൻ പോകുന്ന എക്സാം ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി അഡീഷണൽ പേപ്പർ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനുള്ളത്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് 2 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ നെറ്റിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് 4th സെമസ്റ്റർ MCOM ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ April 2022, April 2021 സെഷൻ ഫോർ SDE പ്രൈവറ്റ് സ്റ്റുഡൻസ് ആണ്. ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി, മാക്സിമം 18 വെയിറ്റേജ്. ഞാൻ നേരത്തെ പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 90 ഗ്രേഡ് പോയിന്റ് ആണ്. നമുക്ക് പാസ്സാകാൻ 36 ഗ്രേഡ് പോയിന്റ് ആണ് വേണ്ടേ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 6 എണ്ണം, ഒരെണ്ണത്തിന് 3 വെയിറ്റേജ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME സെക്ടർ? റിപ്പീറ്റ് ആണ്, ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ പറഞ്ഞാണ്. വാട്ട് ആർ ദി ചലഞ്ചസ് ഓഫ് ഫോറിൻ ട്രേഡ്? റോൾ ഓഫ് സർവീസ് സെക്ടർ ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നറേറ്റ് ദി ചലഞ്ചസ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ഇൻ ഇന്ത്യ, റിപ്പീറ്റ് ആണ്. സ്റ്റാർട്ടപ്പ്, ഹൗ ദി സ്റ്റാർട്ടപ്സ് ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഓൺ ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. ദെൻ നെക്സ്റ്റ്, what are the initiative for women entrepreneurs in India? Then what do you know about the special economic zone? Then what is the influence of foreign trade on Indian economy? What is the influence of FDI in India? അപ്പോൾ 4 മൊഡ്യൂളിലത്തെയും ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഇത് നമുക്ക് MCQ വരുന്നതാണ്. ഗ്രേഡ് വെയിറ്റേജ് വരുന്നത് 5 വെയിറ്റേജ് ആണ്, അഡീഷണൽ 20 മിനിറ്റ്സിൻ്റെ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം കേട്ടോ, നിങ്ങൾക്ക് നോക്കി പോകാം. ഇതാണ് ആദ്യത്തെ വരുന്നത്. ഓക്കെ ഓക്കെ, 7 നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ 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 15. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ 20 ചോദ്യങ്ങൾ കേട്ടോ, ഇന്റേണൽ വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു പേപ്പർ. സോ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലേക്കും കൂടിയും പോകാം. ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി 4th സെമസ്റ്റർ 18 വെയിറ്റേജ്. സോ ഇതാണ് മറ്റൊരു പേപ്പർ. ഏതെങ്കിലും 6 എണ്ണം എഴുതണം, 3 വെയിറ്റേജ്, ഒരു ക്വസ്റ്റ്യന്. സോ ആദ്യത്തെ, ക്യാൻ ഇന്ത്യൻ ഇക്കോണമി ബി ടേംഡ് ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി? എന്യൂമറേറ്റ്. ഇന്ത്യൻ ഇക്കോണമി ഒരു ഡെവലപ്പിംഗ് ഇക്കോണമി ആണോ എന്നുള്ള ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ആണ്. ദെൻ MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ ഡിജിറ്റൽ ഇക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സ് ലാസ്റ്റ് ചാപ്റ്ററിൽ റിപ്പീറ്റ് ആണ്. ഡിസ്കസ് ഓൺ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ ഇക്കോണമി അലോങ് വിത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ചലഞ്ചസ്. LPG വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ, അതിൽ ഗ്ലോബലൈസേഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആർ എ ബൂൺ ടു എ സ്റ്റാർട്ടപ്പ്. ഡിസ്കസ്. സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള ചോദ്യം നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ റിപ്പീറ്റ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഇൻക്രീസിങ് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ക്രൂഷ്യൽ ടു ദി കണ്ടിന്യൂൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. എക്സ്പ്ലെയിൻ. ഇന്റർനാഷണൽ ട്രേഡ് റിപ്പീറ്റ്. Then discuss the concept of social responsibility with its different types. Repeat.
Circular economy, explain its principles. Then ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ ഇൻറ്റേർണലിൽ പോവുകയാണെങ്കിൽ MCQയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യൻ, ദെൻ പിന്നെ വന്നിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ, ദെൻ ഇതാണ് പിന്നത്തെ ഒരു 4 ക്വസ്റ്റ്യൻ, then next 3 questions, then next ഒരു 3 questions, then last ഇതാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാറ്റേൺ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.